നമസ്കാരം. മികച്ച ജീവിതത്തിന് ഏറ്റവും നല്ലൊരു ജോലി നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് അല്ലേ? അത്തരത്തിലൊരു നല്ല ജോലി അവസരം നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് പറയട്ടെ, വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അവസരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ചെറിയ പ്രായം മുതലേ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ISROയിലൊരു ജോലി. ISROയിലൊരു ജോലി എന്നുള്ളത് ചെറിയ പ്രായം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും നമ്മൾക്ക് അതിനുള്ള അവസരങ്ങൾ എവിടെയാണെന്ന് ഒരിക്കലും അറിയാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അത്തരത്തിലൊരു അവസരമാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നോക്കാം, ISRO URSC അല്ലെങ്കിൽ ISTRC എന്നുള്ള രണ്ട് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക്, രണ്ട് ഓർഗനൈസേഷൻസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ വേക്കൻസിനെ കുറിച്ച് പറയണമല്ലോ. സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് പറയാം, നമ്മൾ വേക്കൻസി എത്രയാണെന്ന് അറിയണം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 285 വേക്കൻസിയാണ്. ഇതെല്ലാം ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയുള്ളതല്ല, വ്യത്യസ്തമായ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 285 വേക്കൻസി ഏതൊക്കെ പോസ്റ്റുകളിലേക്കുള്ളതാണെന്ന് നോക്കാം. നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് പോസ്റ്റുകൾ ഉള്ളത്. സയന്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ, ME MSc MTech, ഈ 3 യോഗ്യതകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സയന്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ME MSc നിങ്ങൾക്ക് സയന്റിസ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് MSc ആണ് വേണ്ടത്. ഇനി എഞ്ചിനീയർ ആവുന്നതിന് വേണ്ടിയിട്ട് ME അല്ലെങ്കിൽ MTech ആണ് ആവശ്യമായിട്ടുള്ളത്. 40 വേക്കൻസികളാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു യോഗ്യതയുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും സയന്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വളരെ ഉയർന്ന പേ സ്കെയിലുള്ള ഒരു ജോലിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പിന്നീട് അങ്ങോട്ട് ഏറ്റവും നല്ല നിലവാരത്തിലേക്ക് പോകും. അതുപോലെ തന്നെ മികച്ചൊരു ജോലി അവസരം കൂടിയാണത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ശ്രമം നിങ്ങൾ നടത്തണം. പിന്നെ അടുത്തായിട്ടുള്ളത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്. ടെക്നിക്കൽ അസിസ്റ്റന്റിന് വേണ്ടത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ്. 55 വേക്കൻസികളാണുള്ളത്. ഇനി ടെക്നിക്കൽ ഓർ ഡ്രാഫ്റ്റ്സ്മാൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഓർ ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൂടെ ഉണ്ട്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നിങ്ങൾക്ക് 142 വേക്കൻസി ഉണ്ട്. അപ്പോൾ ITI കഴിയുന്ന ആളുകൾക്ക് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്ന ഈ പോസ്റ്റ്, ITI കഴിയുന്ന ആളുകൾക്ക് 142 വേക്കൻസി ഉണ്ട്. അത് നിങ്ങൾക്ക് വലിയൊരു അവസരമാണ്, വലിയൊരു നമ്പറാണ്. ISRO റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു വലിയ നമ്പർ തന്നെയാണ്. ഇത്രത്തോളം പോസ്റ്റുകൾ ഒരുമിച്ച് ISRO എടുക്കുന്നത് വളരെ റെയറാണ്. അപ്പോൾ ഇത് വലിയൊരു ചാൻസ് ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. അതിൻ്റെ കൂടെ തന്നെ മെട്രിക്കുലേഷൻ്റെ ITI ഉള്ള നിങ്ങളെ സുഹൃത്തുക്കളായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത്. ITI കഴിഞ്ഞിട്ടുള്ള നിങ്ങളെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കാം. ഇവരാരാണെങ്കിലും ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് അവരോട് അറിയിക്കുക. ഈ എക്സാം തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുക. പിന്നീടുള്ളത് ലൈബ്രറി അസിസ്റ്റന്റ് ആണ്. അതിൽ നിങ്ങൾക്ക് ലൈബ്രറി സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ PG തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ഒരുപാട് ആളുകൾക്കുള്ള ഒരു കാര്യമല്ല. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. 3 വേക്കൻസീസ് മാത്രമാണുള്ളത്. പിന്നെ ഒരു MBBS കഴിഞ്ഞിട്ടുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർക്ക് അവിടെ മെഡിക്കൽ ഓഫീസറായിട്ട്, ISROയുടെ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ആ ഒരു പോസ്റ്റിലേക്കും കൂടെ അപ്ലൈ ചെയ്യുക. പിന്നെ അവസാനമായിട്ടുള്ള പോസ്റ്റ് സയന്റിഫിക് അസിസ്റ്റന്റ് ആണ്. അതിന് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ BSc ആണ്. വേക്കൻസീസ് ഉള്ളത് 6 വേക്കൻസീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ISRO വിളിച്ചിട്ടുള്ള പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറത്തേക്ക് ഡ്രൈവർ, കുക്ക് എന്നുള്ള പോസ്റ്റുകളിലേക്കും വിളിച്ചിട്ടുണ്ട്. അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഡ്രൈവർ, കുക്ക് ആവാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ മുഴുവൻ വേക്കൻസികളും വിളിച്ചിരിക്കുന്നത് ഒരു സ്ഥലത്തേക്കല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 2 സ്ഥാപനങ്ങളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ആ 2 സ്ഥാപനങ്ങളും ഒരെണ്ണം ബംഗളൂരുവിലും ഒരെണ്ണം ഹൈദരാബാദിലുമാണുള്ളത്. ഇപ്പോൾ ഹൈദരാബാദിൽ 41 വേക്കൻസിയാണുള്ളത്. ബംഗളൂരുവിൽ നിങ്ങൾക്ക് 244 വേക്കൻസി ഉണ്ട്. ടോട്ടലായിട്ട് പറഞ്ഞിട്ടുള്ള 285 വേക്കൻസികളിൽ ഇങ്ങനെയാണ് വേക്കൻസീസ് സ്പ്ലിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അവസാനമായിട്ട് ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 22 ആണ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, കാത്തു നിൽക്കരുത്. ഫെബ്രുവരി 22 ആവാൻ വേണ്ടി കാത്തു നിൽക്കരുത്. ഒരുപാട് ട്രാഫിക് വന്നു കഴിഞ്ഞാൽ സൈറ്റ് ജാം ആവുന്ന പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ സംഘടിപ്പിക്കാനുള്ള സമയം വളരെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ വെബ്സൈറ്റിൽ പോയി നോക്കുക. വെബ്സൈറ്റിൽ www.nrsc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. അതിൽ പോയി ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് 22-ാം തീയതിക്ക് മുമ്പായിട്ട്, ഫെബ്രുവരി 22-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതിൽ ഉദ്ദേശിക്കുന്ന ജോലി ഏതാണോ ആ ജോലി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ജോലി കരസ്ഥമാക്കാനുള്ള എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും നിങ്ങൾ നടത്തുക. അപ്പോൾ കൂടുതൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കാതിരിക്കുക.